ഹലോ, ഈ ബോട്ടിൽ നിറയ്ക്കുന്ന ബ്രൗൺ കളർ ലിക്വിഡാണ് റോസ്മേരി വാട്ടർ. മുടി വളരാൻ ടിപ്പ് അന്വേഷിച്ച് നടന്ന എനിക്ക് എൻ്റെ ചേച്ചി പറഞ്ഞു തന്ന ഒരു ഹോം മെയ്ഡ് ആയുർവേദിക് റെസിപ്പിയാണിത്. റോസ്മേരി, ഉലുവ, ഗ്രാമ്പു, കറിവേപ്പിലൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു ഹെയർ ട്രീറ്റ്മെന്റ് ലിക്വിഡ്. റോസ്മേരി യൂസ് ചെയ്യുന്നത് മുടി വളരാനും താരം കുറയ്ക്കാനും ഹെയർ ഫോളിക്കിൾസ് സ്ട്രോങ് ആക്കാനൊക്കെ നമ്മളെ സഹായിക്കും. അതേപോലെ തന്നെ ഉലുവ തലയ്ക്ക് നല്ല തണുപ്പും മുടി നന്നായി വളരാനും സഹായിക്കും. ഇതിൽ പ്രോട്ടീനും നിക്കോട്ടിനിക് ആസിഡ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ മുടിയുടെ നല്ല സ്ട്രോങ് ആക്കി പൊട്ടിപ്പോകുന്നതൊക്കെ കുറയ്ക്കും. അതേപോലെ ഗ്രാമ്പു ചേർക്കുന്നത് ഗ്രാമ്പൂവിലുള്ള യൂജിനോൾ കണ്ടന്റ് ബ്ലഡ് സർക്കുലേഷൻ നല്ലോണം കൂട്ടും. അതിലുള്ള ആന്റി ഓക്സിഡൻസ് മുടിയിടകൾക്ക് നല്ല സ്ട്രെങ്ത്തും കൊടുക്കും, താരനും കുറയ്ക്കും. പിന്നെ കറിവേപ്പില, നമുക്ക് എല്ലാവർക്കും അറിയാം കറിവേപ്പിലയിലുള്ള ആന്റി ഓക്സിഡൻസും വൈറ്റമിൻ ബിയും പ്രോട്ടീനും താരനും മുടി കൊഴിച്ചിലും ഒക്കെ കുറയ്ക്കുമെന്ന്. അപ്പോൾ ഇത്രയും ബെനിഫിറ്റ് ആയിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ ചേർത്തിട്ടാണ് നമ്മുടെ റോസ്മേരി വാട്ടർ നല്ല ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇനി റോസ്മേരി വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ വെള്ളമൊക്കെ തിളപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഇതാണ് റോസ്മേരിൻ്റെ പാക്കറ്റ്. ഇത് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ റോസ്മേരി നമ്മൾ പൊട്ടിച്ചിട്ട് ഇതിനകത്തുനിന്ന് നമ്മൾ 2 സ്പൂൺ റോസ്മേരി ആ വെള്ളത്തിലേക്ക് ഇടണം. അതിനുശേഷം നമ്മൾ ഉലുവ എടുക്കണം. ഉലുവ ഇതേപോലെ തന്നെ 1 സ്പൂൺ എടുത്തിട്ട് വെള്ളത്തിലേക്ക് ആഡ് ചെയ്യണം. അതിനുശേഷം ഗ്രാമ്പു ഒരു 12 എണ്ണമൊക്കെ എണ്ണ എടുത്തിട്ട് ഇതേപോലെ വെള്ളത്തിലേക്ക് ഇട്ടാൽ മതി. ഞങ്ങൾ കൃത്യം 12 എണ്ണം തന്നെയാണ് ഇട്ടത്. പിന്നെ കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പില അത് ഫുള്ള് വെള്ളത്തിലേക്ക് ഇടുക. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 30 മിനിറ്റ് കുതിർത്തി വെക്കുക. 30 മിനിറ്റ് കുതിർത്തി വെച്ചതിന് ശേഷം നമ്മൾ നേരെ ഈ പാത്രം എടുത്തിട്ട് അടുപ്പിലേക്ക് വെക്കുകയാണ്, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ് ഇതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മളൊരു 20 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 25 മിനിറ്റ് ലോ ഫ്ലെയിമിലും ചൂടാക്കുകയാണ്. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നിട്ട് ഈ 3 ഗ്ലാസ് വെള്ളം 1.5 ഗ്ലാസ് ആയിട്ട് കുറയും. അപ്പോൾ ഈ 1.5 ഗ്ലാസ് ആയിട്ട് കുറഞ്ഞ് കഴിയുമ്പോൾ ഏകദേശം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അത് കഴിയുമ്പോൾ ഇതിനെ നേരെ ഇറക്കി താഴേക്ക് വെച്ചിട്ട് ഇത് കംപ്ലീറ്റ്ലി തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ചു വെക്കുക. അങ്ങനെ ഒരു 1.5 മണിക്കൂറോളം ഏകദേശം തണുക്കാൻ വെച്ചതിന് ശേഷം പിന്നെ അത് സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ ഉലുവ അതേപോലെ റോസ്മേരി കറിവേപ്പിലൊക്കെ നമ്മൾ കളഞ്ഞിട്ട് ആ വാട്ടർ മാത്രമായിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളും അതേപോലെ തന്നെ ഒരു ക്ലീൻ തുണിയാണ് എടുത്തിരിക്കുന്നത്. കാരണം അരിപ്പയിൽ ഹോൾസ് കുറച്ചുകൂടെ വലുതായതുകൊണ്ട് ചിലപ്പോൾ റോസ്മേരിക്ക് ആ വഴി ചാടി വരാം. അപ്പോൾ നല്ല വൃത്തിയുള്ള ഒരു തുണി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അത് അതേപോലെ തന്നെ നല്ലോണം അരിച്ച് നല്ല ചാറ് നല്ലോണം പിഴിഞ്ഞെടുക്കുക. അങ്ങനെ പിഴിഞ്ഞെടുത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ റോസ്മേരി വാട്ടർ ആയിട്ട് കിട്ടും. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബോട്ടിലേക്ക് ഒഴിച്ച് വെച്ച് ഒരു സ്പ്രേയിങ് നോസിൽ ഫിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സാധാ ബോട്ടിലിൻ്റെ അടുപ്പ് വെച്ച് അടച്ചു വെക്കുകയോ ചെയ്യുക. പിന്നെ ഇത് അധികം നേരം പുറത്ത് വെക്കരുത്, ഉലുവ ചേർത്തുകൊണ്ട് ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളും വീട്ടിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്തു നോക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റാ.